ഏതൊക്കെ മാരേജ് എന്നൊക്കെ പറഞ്ഞു. ലിവിങ് റിലേഷൻഷിപ്പ് ശരിക്കും ഒരു മാരേജാണോ? അല്ല, അല്ല, മാരേജ് അല്ല, കോൺട്രാക്ട് അല്ല. Call the other person your wife or husband, but they are maybe partners. ലീഗൽ എയർ എന്ന് പറയുന്നത് അവരുടെ ലീഗൽ എയർ ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരമുള്ള ലീഗൽ എയർ ആണല്ലോ, ശരിയാ ലോ പ്രകാരമുള്ള ലീഗൽ എയർ അല്ല അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊസീജിയറൽ സൈഡിൽ എപ്പോഴും ഒരു ഡിസ്പ്യൂട്ടിന് ഹൈലി ചാൻസ് ഉണ്ടാവില്ലേ? സ്പെഷ്യൽ മാരേജ് ആക്ടിലെ ആ മാരേജാണ് ചലഞ്ച് ചെയ്തു ഒരു കണ്ടൻഷൻ. അങ്ങനെ വന്നപ്പോൾ കോടതി കൃത്യമായി പറഞ്ഞു സ്പെഷ്യൽ മാരേജ് ആക്ട് ഇവർ രജിസ്റ്റർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് സെക്ഷൻ 21 പ്രകാരം ഇന്ത്യൻ സക്സഷൻ ആക്ട് തന്നെയാണ് ആപ്ലിക്കബിൾ. മുസ്ലിം കപ്പിൾസിന് പെൺകുട്ടികൾ മാത്രമുള്ളപ്പോൾ എപ്പോഴും ഉള്ളൊരു കൺസേൺ, നമുക്ക് ശേഷം ഈ പ്രോപ്പർട്ടി മുഴുവനും ഇവർക്ക് എങ്ങനെ പോകും? ശരിയ ലോ പ്രകാരം ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് 50% ആണ്. അതേസമയം ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളാണെങ്കിൽ 2/3 ആണ്. അപ്പോൾ മിക്കപ്പോഴും ഇതിന് മുഴുവൻ ക്ലെയിമും ഈ കുട്ടികൾക്ക് കിട്ടാത്തത് കൺസേൺ ആകുമ്പം അവരുടെ സിബ്ലിങ്സിലേക്കായിരിക്കും ശരിയ ലോ പ്രകാരം ഇത് പോകുന്നത്. ഇതിനുള്ള ഒരു സൊല്യൂഷൻ മിക്കപ്പോഴും കേരളത്തിൽ മാത്രം കാണുന്നത് വളരെ രഹസ്യമായി ഈ പറയുന്ന മുസ്ലിം കപ്പിൾസ് സ്പെഷ്യൽ മാരേജ് ആക്ടിൽ രണ്ടാമതും കല്യാണം കഴിക്കും എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ഒരുപാട് മുസ്ലിം കപ്പിൾസ് വന്ന് ചോദിക്കുന്ന ഒരു കൺസേൺ ഉണ്ട്. ശരിക്കും ഇവർക്ക് ശേഷം ഈ പ്രോപ്പർട്ടി മുഴുവനും ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് അവർക്ക് മുഴുവനും കിട്ടുമോ? എന്താണ് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുമ്പം, ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ആരാണോ രജിസ്റ്റർ ചെയ്യുന്നത് മാരേജ്, അവർക്കുടെ ഇൻഹെറിറ്റൻസ് നടക്കുന്നത് ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരമാണ്. ആ ഇന്ത്യൻ സക്സഷൻ ആക്ടിൽ ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഈക്വൽ റൈറ്റ്സിൽ മുഴുവനും അവരുടെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഇന്നെൻ്റെ കൂടെ അഡ്വക്കേറ്റ് അനിത മത്തായി മുത്തിരേന്തി ഉണ്ട്. അപ്പോൾ ഞാൻ പേഴ്സണലി ആളെ വിളിച്ചതിൻ്റെ റീസൺ, ആളതിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള മാരേജസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഹൈക്കോർട്ടിൽ കേരള ഹൈക്കോർട്ടിൽ. Welcome to this particular discussion. Thank you. Purpose is basically to give them a clarity. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നത് ഇതിൻ്റെ ഒരു സ്കോപ്പും ഇതിൻ്റെ ചാലഞ്ചും ശരിക്കും എന്തിനാണ് ഇത് ചെയ്യേണ്ട ആവശ്യം. ഓക്കെ, അതിൻ്റെ ഒരു അഷ്വറൻസിന് വേണ്ടിയാണ്. ബിഫോർ ദാറ്റ് യുവ അഭിഭാഷക രത്ന അല്ലേ, മറ്റേ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചിട്ട് 2023 അങ്ങനെ ഒരു അവാർഡും കിട്ടിയിട്ടുണ്ട്. ആൻഡ് വെരി പോപ്പുലർ അഡ്വക്കേറ്റ് ഇൻ കേരള ഹൈക്കോർട്ട്. താങ്ക് യു വൺസ് അഗെയിൻ ഫോർ ദി സെഷൻ. അപ്പോൾ ജസ്റ്റ് ടു സ്റ്റാർട്ട് ദ ടോപ്പിക്, നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് സെലക്ട് ചെയ്യാനുള്ള കാരണം? ഈ മാരേജ് റിലേറ്റഡ് സോ ബേസിക്കലി ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് ഇൻ്റർനാഷണൽ കമേഴ്ഷ്യൽ ലോ ആണ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കേരളത്തിൽ വന്നു. ലിറ്റിഗേഷൻ എപ്പോഴും ഒരു പാഷനായിരുന്നു. അങ്ങനെ സത്യത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിമിനൽ ലോയിലാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ കൂടുതൽ സ്ത്രീകൾക്ക് ഒരു വനിതാ അഭിഭാഷകയോട് സംസാരിക്കാനാണ് കൂടുതൽ കംഫർട്ടബിൾ എന്ന് പറഞ്ഞ് വളരെയേറെ എൻക്വയറീസും കാര്യങ്ങളും വന്നു. അപ്പോൾ ഞാൻ അതിൽ ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഒരു മാരേജ് ലോയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫാമിലി ലോയർ എന്ന് പറഞ്ഞാൽ അതൊരു ഫാമിലി ലോ മാത്രമല്ല, അതിൽ ക്രിമിനൽ ആസ്പെക്റ്റ് വരുന്നുണ്ട്, അതുപോലെ ഇൻഹെറിറ്റൻസ് വരുന്നുണ്ട്. അങ്ങനെ ഒരു പേഴ്സൺ ഒരു ആളുടെ പല രീതിയിലുള്ള കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ആണ്. കുട്ടികളുടെ കസ്റ്റഡി, മെയിൻ്റനൻസ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുൻപിൽ വരുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായ ഒരു സൊല്യൂഷൻ, പല കേസുകൾക്കും പല സൊല്യൂഷനാണ്. ഒരേ സൊല്യൂഷൻ ഒറ്റ പ്ലാനിൽ പോകാൻ പറ്റില്ല നമുക്ക്, പ്രത്യേകിച്ചും ലിറ്റിഗേഷനിൽ. അപ്പോൾ അതിനനുസരിച്ച് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കണമെങ്കിൽ എല്ലാ നിയമത്തിനെ പറ്റിയും ഏകദേശം ഒരു ധാരണ വേണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി. ഞാനൊരു ബേസിക് ലെവൽ ഇന്ന് ഞാൻ ചോദിക്കുന്നത്, കൂടുതലും എന്നെയാണ് ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യാറ് ഈ സക്സഷനിൽ. ഞാൻ ഇന്ന് കുറച്ച് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. എന്താണ് മാരേജ്? ഈസ് ഇറ്റ് എ കോൺട്രാക്ട്? So for as regards Muslim law is concerned, it is contract. Yeah. ഹിന്ദു ഒരു സാക്രമെൻറ്റും കൂടെയാണ്. അങ്ങനെ പറഞ്ഞാൽ അത് റിലീജിയസ് റൈറ്റ്സ് ആൻഡ് റിച്വൽസ് വെച്ചിട്ട് വിവാഹം കഴിക്കുന്നു. അതിൻ്റേതായ ഒരു സാക്രമെൻ്റൽ വാല്യൂവും കൂടെ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഡിവോഴ്സ് വരുമ്പോൾ ആ ഡിവോഴ്സിന് ചില ഗ്രൗണ്ട്സ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട്. ആ ഗ്രൗണ്ട്സിൽ വീണാൽ മാത്രമേ ഡിവോഴ്സ് ഗ്രാൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഹിന്ദുസിന്. അതേസമയം
ക്രിസ്ത്യൻസിനും അതുപോലെ തന്നെ ഒരു സാക്രമെൻ്റൽ വാല്യൂ ഉണ്ട്. അതിലും ഗ്രൗണ്ട്സ് പറയുന്നുണ്ട്. ഡിവോഴ്സ് ആക്റ്റിലാണ് അത് പറയുന്നത്. ആ ഗ്രൗണ്ട്സ് വെച്ച് മാത്രമേ ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്യാൻ ഇന്ത്യയിൽ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ പുറത്തൊരു കൺട്രിയിൽ പോവുകയാണെങ്കിൽ മാരേജ് റിവോക്ക് അല്ലെങ്കിൽ ഡിവോഴ്സിന് പോവുകയാണെങ്കിൽ ഒരു ഇറിവോക്കബിളി ബ്രോക്കൺ ഡൗൺ എന്ന് പറഞ്ഞൊരു ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ സോ ഫാർ ലെജിസ്ലേഷനിൽ ഒന്നും അത് വന്നിട്ടില്ല. അതെന്ന് പറഞ്ഞാൽ അത് സാക്രമെൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതൊരു സീക്രട്ട് സാധനമായതുകൊണ്ട് അതിന് തക്കതായ ഗ്രൗണ്ട്സ് ഇല്ലാതെ നമ്മൾ ഡിവോഴ്സ് കൊടുക്കും. ഇന്ത്യയിൽ എത്ര മാരേജ് ആക്ട് ഉണ്ട്? ആർക്കൊക്കെ മാരേജ് ആക്ട് ആപ്ലിക്കബിൾ ആണ്? ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്, ഹിന്ദുസിന് ആപ്ലിക്കബിൾ. പിന്നെ മുസ്ലിംസിന് ശരിയത്ത് ലോ ആണ് പേഴ്സണൽ ലോ ആയിട്ട് വരുന്നത്. പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെയുള്ളത് ഫോറിൻ മാരേജ് ആക്ട് ആണ്. ഇപ്പോൾ ക്രിസ്ത്യൻസ് എവിടെ പോയി രജിസ്റ്റർ ചെയ്യുന്നത് മാരേജ്? അവരുടെ ക്രിസ്ത്യൻസിന് കാനൺ ലോ ഉണ്ട്. അത് പ്രകാരം പള്ളിയിൽ തന്നെ അവിടെയും റൈറ്റ്സ് ആൻഡ് റിച്വൽസ് ഉണ്ട്. ആ കുർബാന ക്രമം അനുസരിച്ച് വിവാഹത്തിനായിട്ടുള്ള ക്രമങ്ങളുണ്ട്. അതനുസരിച്ച് പള്ളിയിൽ തന്നെയാണ് വിവാഹം നടക്കുകയും അവിടെ തന്നെ ഒരു രജിസ്റ്റർ. അപ്പോൾ ആരാണ് മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്? പള്ളി പാരിഷിൽ നിന്ന് വികാരിയാണ് മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയാണല്ലേ? ഹിന്ദു മാരേജ് ആക്ടിൽ നമ്മൾ ഒരു ടെമ്പിളിലോ എവിടെയെങ്കിലും ആണെങ്കിൽ അവിടെയും രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ രജിസ്റ്ററിൽ അത് റെക്കോർഡഡ് ആണ്. അതിൻ്റെ ഇവിടെ ഒരു ചോദ്യം, എൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു ക്ലയൻറ്റ് അവർ ടെമ്പിളിൽ രജിസ്റ്റർ ചെയ്തു. അവിടെ ഈ പറഞ്ഞ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പ്രാക്ടിക്കലി വന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അവിടെ അമ്പലത്തിൽ അവിടെ രജിസ്ട്രേഷനിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോർമലി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഫോർമലി മാരേജ് രജിസ്റ്റർ നടന്നിട്ടില്ല. അത് മാരേജ് ആണോ? അത് 2006 എൻ്റെ ഓർമ്മ. അന്ന് മുതലാണ് മാൻഡേറ്ററി രജിസ്ട്രേഷൻ ഓഫ് മാരേജസ് വരുന്നത്. അതുവരെ ഇതുമാതിരി പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ നടക്കുന്ന മാരേജസ് കോർപ്പറേഷനിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നില്ല. ഇതിന് ശേഷം ഇപ്പോൾ മാൻഡേറ്ററി ആണ്. അപ്പോൾ അതിന് മുൻപ് നടന്ന വിവാഹങ്ങൾക്ക് ഇതേപോലെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും നിയമസാധുത ഉണ്ട്. 2006 ഒരു അമ്പലത്തിൽ കല്യാണം കഴിഞ്ഞു, ഞാൻ കോർപ്പറേഷനിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ടില്ല, അപ്പോൾ അത് മാരേജ് അല്ലേ? അത് ബേസിക്കലി അത് ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ ലോ അനുസരിച്ച് മാരേജ് തന്നെയാണ്. മാരേജ് ആണ്. ആൻഡ് അവരൊരുമിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിക്കുകയും കൂടെ ചെയ്ത സ്ഥിതിക്ക് അത് മാരേജ് ആയിട്ട് തന്നെ കണക്കാക്കേണ്ടതാണ്. അതെ, ഒരു ഇറഗുലാരിറ്റിയാണ് അവിടെ വന്നിരിക്കുന്നത്. മാൻഡേറ്ററി പ്രൊവിഷൻ ചെയ്തില്ല എന്നുള്ളത് ഒരു ഇറഗുലാരിറ്റിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ പ്രാക്ടിക്കൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, അമ്പലത്തിൽ രജിസ്റ്റർ നടത്തി 2 ആഴ്ച ആൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിരുന്നു. പക്ഷേ കോർപ്പറേഷനിൽ പോയിട്ട് രജിസ്റ്റർ നടത്തിയില്ല. ആള് പോയി. ടെക്നിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവോഴ്സ് ടെക്നിക്കലി സെപ്പറേറ്റ് ആയി കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹം മരിച്ചു. അദ്ദേഹം ഇപ്പോൾ തിരിച്ച് ക്ലെയിം കൊണ്ടുവന്നിരിക്കുകയാണ് സ്പൗസ് ആണെന്ന് പറഞ്ഞ്. ശരിക്കും സ്പൗസ് ആണോ? ശരിക്കും പറഞ്ഞാൽ അവിടെ 2 രീതിയിൽ അതൊരു ചലഞ്ചിനെ വകവയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അത് കോടതികളിൽ പോയി തീരുമാനം എടുക്കണം. അതിൻ്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസിൽ മാൻഡേറ്ററി രജിസ്ട്രേഷൻ ഇല്ലാത്തടത്തോളം സിവിൽ ലോയിൽ അതിനൊരു റെക്കഗ്നീഷൻ വന്നിട്ടില്ല. പേഴ്സണൽ ലോയിൽ മാത്രമേ അത് വന്നിട്ടുള്ളൂ. അതൊരു സിറ്റുവേഷൻ തന്നെയാണ് അല്ലേ? അപ്പോൾ 2006 ശേഷം ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു കേസ് വന്നിട്ടുമുണ്ട്. ആണോ? ഞാൻ തന്നെ തരാം. ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വന്നായിരുന്നു. അപ്പം പ്രാക്ടിക്കലി സ്പൗസ് ആണ്. എവിഡൻസ് വെച്ച് പറയുകയാണെങ്കിൽ മാരേജിന്റെ ഫോട്ടോസ് ഉണ്ട്. അദ്ദേഹം കല്യാണം അവിടെ രജിസ്റ്ററിലുണ്ടെന്ന് എവിഡൻസ് ഉണ്ട്. പിന്നെ അതും കൂടാതെ ഇതിനകത്ത് മാരേജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ഒരുമിച്ച് താമസിച്ചു, കുറേ നാൾ ഒരുമിച്ച് താമസിച്ചെങ്കിൽ മെയിൻ്റെനൻസിന് എന്തായാലും ആ വൈഫിന് റൈറ്റ് ഉണ്ട്. അതൊരിക്കലും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്ക് സ്പെഷ്യൽ മാരേജ് ആക്റ്റാണ് ഇന്നത്തെ മെയിൻ. അതേ വിളിച്ചതിൻ്റെ വൺ ഓഫ് ദ പർപ്പസ് സ്പെഷ്യൽ മാരേജ് ആക്റ്റാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് ഞാൻ മനസ്സിലാക്കിയത് 1954 ഈ ഒരു ആക്ട് വരുന്നത് ഇന്ത്യയിൽ. അതിന് മുമ്പ് ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യനെ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ മാരേജ് ചെയ്യുന്നു എന്നൊക്കെ പറയണമെങ്കിലും അവർക്ക് ലീഗലൈസ് ചെയ്യാനൊരു യാതൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ലീഗലൈസ് ചെയ്യാൻ അവരുടെ മാരേജ് ലീഗൽ ചെയ്യാനുള്ളൊരു സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റൻസസിലും മാരേജ് നടക്കുന്ന സിറ്റുവേഷൻസിലും കൂടിയും അതിനെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു കോഡിഫൈഡ് ലോ ആയിട്ടാണ് ഈ ഇന്ത്യൻ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 വരുന്നത് അല്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പറയാൻ പറ്റുമോ? അതായത് ഇന്ത്യയിൽ മാത്രമായിരിക്കാം ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് റിലീജിയൻസും ഉള്ളത്. അവിടെ തന്നെയാണ് ആ ഇഷ്യൂ അറൈസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് അവിടെ വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഹിന്ദുയിസത്തിലാണെങ്കിൽ കാസ്റ്റ് സിസ്റ്റം വരെ വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യയിൽ.
അതിൽ നിന്ന് വേറിട്ട് ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയി, നമുക്ക് ഫ്രീഡം കിട്ടി, ഇതെല്ലാം വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഫിനിറ്റി കൂടുകയും അവിടെ ഒരു മാരേജ് വരണം എന്നുള്ള സർക്കംസ്റ്റൻസസ് വന്നപ്പോഴാണ് ഒരു സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ ആവശ്യം അവിടെ വന്നത്. എങ്കിൽ മാത്രമേ അതിലെ ഇൻഹെറിറ്റൻസ് ആണെങ്കിലും കുട്ടികളുടെ ലെജിറ്റിമസി അങ്ങനെ പല കാര്യങ്ങളും അത് ഇൻവോൾവ് ആയതുകൊണ്ടാണ് സ്പെഷ്യൽ മാരേജ്. ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ തന്നെയാണ് ഇൻഹെറിറ്റൻസിനെ കുറിച്ചിട്ടും ഡൈവേഴ്സും എല്ലാം അങ്ങനെ ആ മാരേജിൽ ആരാണോ രജിസ്റ്റർ ചെയ്തത് അവരുടെ ഡൈവേഴ്സും അവരുടെ ഇൻഹെറിറ്റൻസ് ഒക്കെ അതിൽ തന്നെയാണ്. അതെ അതെ, സ്പെഷ്യൽ മാരേജ് ആക്ട് അത് തന്നെ ഒരു കോഡാണ്. അതിൻ്റെ ഉള്ളിൽ അവിടെ മാരേജ് ചെയ്താൽ അതിൻ്റെ ഉള്ളിലുണ്ട് എങ്ങനെ ഡിവോഴ്സ് ചെയ്യണം, എങ്ങനെയായിരിക്കും നിങ്ങളുടെ സക്സഷൻ ഏത് ആക്ട് പ്രകാരമായിരിക്കും, ഇതെല്ലാം അതിൽ തന്നെ വരും. അതാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ ഒരു സ്കോപ്പും അതിൽ വരുന്ന ഇൻഹെറിറ്റൻസ് ആസ് പെർ ദ ഇന്ത്യൻ സക്സഷൻ ആക്ട്. അതുകൊണ്ടാണ് ടെക്നിക്കലി ഇന്ത്യൻ സക്സഷൻ ആക്ട് ഈസ് മെയിൻലി ഫോർ ക്രിസ്ത്യൻസ്. And Hindus, you have a Hindu Succession Act. Muslims, you have a Personal Sharia Act. And especially only those people, അവർ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരമാണ് വരുന്നത്. ഓക്കെ, അതിൽ വൈഫ് മാത്രമാണെങ്കിൽ 50%, കുട്ടികളില്ലാത്ത വൈഫാണെങ്കിൽ 50%, കുട്ടികളുണ്ടെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഗോസ് ടു ദം, അല്ലേ? 100% 1:1 എന്ന് പറഞ്ഞാൽ ഈക്വൽ റേഷ്യോയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈക്വലി പോകുന്നു. ഇപ്പം നൗ സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ ഒരു കണ്ടീഷൻസ് വെച്ച് പറയുകയാണെങ്കിൽ സെക്ഷൻ 4 പറയുന്നത് അവർക്കൊരു ലിവിങ് സ്പൗസ് പാടില്ല എന്നുണ്ട് ഈ പോകുമ്പോൾ ടെക്നിക്കലി. സോ വാട്ട് ഇറ്റ് മീൻ, അതായത് നമ്മൾ ഇപ്പം ഞാനും എൻ്റെ വൈഫും ഓൾറെഡി ഞങ്ങൾ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റേർഡാണ്, ഞങ്ങൾ രണ്ടുപേരും. ഓക്കെ, ഞങ്ങൾക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പോയി പിന്നെയും രജിസ്റ്റർ ചെയ്യാം. അപ്പം എൻ്റെ ഫസ്റ്റ് മാരേജ് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം അത് നല്ലിഫൈ ആകുമോ? അല്ലെ അവിടെയാണ് മേജറായിട്ട് വരുന്ന ഒരു കൺസേൺ. ഫോർ എ മുസ്ലിം അവരെങ്ങനെയാണ് നോർമലി നിക്കാഹ് ചെയ്യുന്നത്? അവർ എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? അവരുടെ മഹലിലാണ്. മഹൽ കമ്മിറ്റിക്ക് എല്ലാ റെക്കോർഡ്സും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോൺസെപ്ച്വലി എല്ലാവരും ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പറയുന്നത് രണ്ടാം വിവാഹമാണ്. ഇത് ശരിക്കും ഒരു രണ്ടാം വിവാഹമാണോ? അതിൽ സെക്ഷൻ 4 സാറ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഞാൻ ക്ലാരിറ്റി വരുത്തുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അതിൽ സെക്ഷൻ 4 എന്ന് പറയുന്നത് ഇപ്പോൾ 2 വ്യക്തികൾ ആദ്യമായി വിവാഹം കഴിക്കുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ടിലാണെങ്കിൽ ആണ് സെക്ഷൻ 4 ആപ്ലിക്കബിൾ ആകുന്നത്. പക്ഷേ സിൻസ് യു മെൻഷൻഡ് യു ആർ മാരിഡ് ടു യുവർ വൈഫ് അണ്ടർ ഹിന്ദു മാരേജ് ആക്ട്, ഓൾറെഡി ഹിന്ദു മാരേജ് ആക്ടിലോ അല്ലെങ്കിൽ മുഹമ്മദൻ ലോ വെച്ച് നിക്കാഹ് കഴിക്കുകയോ ചെയ്ത ആളുകൾക്ക് പിന്നീട് ഒരു സ്പെഷ്യൽ മാരേജ് ആക്ടിലെ വിവാഹത്തിനെ പറ്റിയാണ് സാർ ചോദിക്കുന്നത്. അത് വരുന്നത് മറ്റൊരു സെക്ഷനിലാണ്, സെക്ഷൻ 15 എന്ന് പറയും. അത് വേറൊരു ചാപ്റ്റർ തന്നെയാണ്. അതെ, ഓൾറെഡി കഴിഞ്ഞ മാരേജസിനെ പറ്റി പറയുന്ന ചാപ്റ്റർ 3ലാണ്. അതിൽ പറയുന്നത് ഓൾറെഡി സെലിബ്രേറ്റഡ് ആയിട്ടുള്ള മാരേജസ് ക്യാൻ ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ടിൽ വീണ്ടും നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഓൾറെഡി റിച്വൽസ് ആൻഡ് റൈറ്റ്സ്. എന്താണ് സെലിബ്രേറ്റഡ്? അതാണ് ഈ പറയുന്ന റിലീജിയസ് സെലിബ്രേഷൻ ഓഫ് മാരേജ്. റിലീജിയസ് റിച്വൽസ് ആൻഡ് റൈറ്റ്സ് ഫോളോ ചെയ്ത് ആ പേഴ്സണൽ ലോ പ്രകാരം വിവാഹം കഴിച്ച ആളുകൾക്ക് വീണ്ടും വേണമെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യാം. അത് സെക്ഷൻ 15ലാണ് അവർ രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലേ? അതിലാണ് ഈ സ്കോപ്പ് ഉള്ളത്, അല്ലേ? അതിലാണ്. അപ്പോൾ അവിടെ പറയുന്നത് യു ഷുഡ് നോട്ട് ഹാവ് മോർ ദാൻ 1 ലിവിങ് സ്പൗസ്. ദാറ്റ് ഈസ് റൈറ്റ്. അവിടെയും എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിക് സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ സെക്യുലർ ലോ അല്ലെങ്കിൽ ഒരു സിവിൽ മാരേജ് നടക്കുന്ന ലോ അല്ലെങ്കിൽ ഒരു ജനറൽ ലോ എന്ന് പറഞ്ഞാൽ മോണോഗമിയാണ്, പോളിഗമി അല്ല. ഒന്നും കൂടി അതൊന്ന് എക്സ്പ്ലെയിൻ. സാധാരണ ജനങ്ങൾക്ക് ഇത് ചിലപ്പോൾ ലീഗൽ പറയുമ്പോൾ മനസ്സിലാവും, ഇവർ ഇത് പറഞ്ഞ ടേംസ് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും. എന്താണ് വ്യത്യാസം? ഇന്ത്യയിൽ ബൈഗമി എന്ന് പറയുന്നത് ഒരു ക്രൈം തന്നെയാണ്. ഓക്കെ, നമ്മുടെ ക്രിമിനൽ സിസ്റ്റത്തിൽ അന്ന് IPC ഇന്ന് BNS അതിൽ ക്രിമിനൽ ഒഫൻസ് ആയിട്ട് കണക്കാക്കുന്നതാണ് ബൈഗമി. ജനറൽ ബൈഗമി എന്ന് പറഞ്ഞാൽ 2 ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഉള്ളതാണ് ബൈഗമി. ഒരാൾക്ക് 2 ഭർത്താക്കന്മാർ, ഒരു ഭാര്യയ്ക്ക്. അതെ. അപ്പോൾ ശരിക്കുമുള്ള നിയമം ഒരാൾക്ക് ഒറ്റ ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ്. കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ടാണോ? അതെ, അതാണ് ജനറൽ ലോ. അതിൽ കൂടുതൽ വന്നാൽ ഒഫൻസ് ആണ് ഇന്ത്യയിൽ. പക്ഷെ അതിലുള്ള എക്സെപ്ഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാവുന്നത് പേഴ്സണൽ ലോ വരുമ്പോൾ മാത്രമാണ്. അതായത് ശരിക്കും ഈ സിവിൽ ലോവും പേഴ്സണൽ ലോവും തമ്മിൽ എന്താ വ്യത്യാസം? പേഴ്സണൽ ലോ നമ്മുടെ റിലീജിയസ് ആസ്പെക്റ്റിൽ കൂടെ വരുന്ന ലോയാണ്. പല റിലീജിയന് ചില മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം ഫോർ എക്സാമ്പിൾ മുസ്ലിം ലോയിൽ 4 വരെ വിവാഹം ഒരേ സമയത്ത് കഴിക്കാം. അതിന് പറയുന്ന പോളിഗമി, അതായത് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളതിന് അല്ലെങ്കിൽ ഭർത്താക്കന്മാരുള്ളതിനും പോളിഗമി എന്നാണ് പറയുക. അതിൽ മുഹമ്മദൻ ലോയിൽ
ആണുങ്ങൾക്ക് 4 വരെ വിവാഹം ഒരേ സമയം ഭാര്യമാരാകാമെന്നാണ് പറയുന്നത്. ഇത് പേഴ്സണൽ ലോ പ്രകാരമാണ്, ഇന്ത്യൻ സിവിൽ ലോ പ്രകാരമല്ല. ഇതിൽ ജസ്റ്റ് ഒരു ക്ലാരിറ്റി, ഇന്ത്യൻ സക്സഷൻ ആക്ട്, ഹിന്ദു സക്സഷൻ ആക്ട്, ഇത് രണ്ടും സിവിൽ ലോ ആണോ? ഇന്ത്യൻ സക്സഷൻ ആക്ട് സിവിൽ ലോ ആണ്. ഹിന്ദു സക്സഷൻ ആക്ട് പേഴ്സണൽ ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്ന ആക്ടാണ്. ടെക്നിക്കലി സിവിൽ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് മാത്രമുള്ള കോഡിഫൈഡ് ലോ കോഡിഫൈഡ് ആണ്. അപ്പം നമ്മൾ ഈ ഈ സെയിം സിറ്റുവേഷനിൽ വരുവാണെങ്കിൽ ഒരു മുസ്ലിം കപ്പിൾസ് അവർ നിക്കാഹ് ചെയ്തു, ഇനി ഞാൻ ആ നിക്കാഹിന് എൻ്റെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്കൊരു മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, സോ അതിനെ രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സാണോ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ നടക്കുന്നത്? അങ്ങനെ ചെയ്യാനുള്ളൊരു പ്രൊവിഷനാണ് ഈ ചാപ്റ്റർ 3-ലുള്ളത് അല്ലെ, സെക്ഷൻ 15 പ്രകാരം വന്നിട്ട് നമുക്ക് ഒന്നും കൂടിയും ഒരു റിലീജിയനിൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്ന മാരേജിനെ എനിക്ക് ഒന്നും കൂടിയും കോഡിഫൈ ചെയ്ത് എനിക്ക് പ്രോപ്പർലി രജിസ്റ്റർ ചെയ്യാം, സിവിൽ ലോയിലോട്ട് വരുത്താൻ. സിവിൽ ലോയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം പോപ്പുലറായിട്ട് ആളുകൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ എന്താ താൻ കേസ് കൊടുക്കുന്ന ഒരു സിനിമയിലെ ഷുക്കൂർ എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്. അദ്ദേഹം ഒരു കേസ് ആക്ച്വലി ഹൈക്കോടതിയിലും ഫയൽ ചെയ്തു. അദ്ദേഹമാണ് സത്യത്തിൽ ഇത് പത്രങ്ങളിലെല്ലാം ആഘോഷമാക്കിയ ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് നിക്കാഹിന് ശേഷം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നമ്മളുടെ ഓൾറെഡി ഉണ്ടായിരുന്ന നിക്കാഹിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഹെറിറ്റൻസ് ലോയിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് വരുന്നത്. സെക്ഷൻ 21 അല്ലേ, അതിലാണ് ഇത് വരുന്നത്. അതാണ് ഇതിന്റെ സ്കോപ്പ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 21-ൽ പറയുന്നത് ആരാണോ ഈ ആക്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവർക്ക് ഇൻഹെറിറ്റൻസ് സംഭവിക്കുന്നത് ഇന്ത്യൻ സെക്ഷൻ ആക്ട് പ്രകാരമാണ്. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഹിന്ദുസ് രണ്ടുപേരും തമ്മിലാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അത് ആപ്ലിക്കബിൾ അല്ല എന്ന് പ്രത്യേകം ആക്ടിൽ പറയുന്നുണ്ട്. സോ അതിൻ്റെ ബെനിഫിറ്റ് ആക്ച്വലി കിട്ടുന്നത് മുസ്ലിം കപ്പിൾസിന് തന്നെയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഹിന്ദുസിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക? രണ്ടുപേരും ഹിന്ദുസ് ആണെങ്കിൽ അതിലെ എക്സെപ്ഷനിൽ പ്രത്യേകം പറയുന്നുണ്ട് ആക്ടിൽ തന്നെ. എന്തുകൊണ്ടായിരിക്കും ഹിന്ദുസിനെ? കാരണം ഹിന്ദുസിന് ഓൾറെഡി ഹിന്ദു സെക്ഷൻ ആക്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ വന്ന് രജിസ്റ്റർ ചെയ്യുന്ന സ്പെഷ്യൽ മാരേജ് ആക്ടിൽ വരുന്നത് കൂടുതൽ മുസ്ലിം കപ്പിൾസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് വരുന്ന ഇൻഹെറിറ്റൻസ് ഇന്ത്യൻ സെക്ഷൻ ആക്ട് പ്രകാരമാണ്. അതിൽ പെൺകുട്ടികൾക്ക് 100% പോകും എന്നുള്ളതാണ്. അപ്പം മൈ ക്വസ്റ്റ്യൻ, ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ, ലീഗലി ആദ്യത്തെ മാരേജ് രണ്ടാമത്തെ മാരേജ് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല, ഒറ്റ മാരേജേ ഉള്ളൂ. ഒറ്റ മാരേജ്, അതിനെ നമ്മൾ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തു. ദർ ഇസ് നോ രണ്ടാം വിവാഹം എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ഇതാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറഞ്ഞു നടക്കുന്നത്, ഇത് രണ്ടാം വിവാഹമാണ്. ഒരിക്കലുമല്ല. അതിൽ കൂടാതെ ആ ആക്ടിൽ, ആ പ്രൊവിഷനിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾക്ക് ഈ പറയുന്ന റിലീജിയസ് മാരേജ് കഴിഞ്ഞ് ഈ പറയുന്ന സിവിൽ മാരേജ്, അതായത് സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഇടവേളയിലുള്ള കുട്ടികളുടെ പേരുകൾ വരെ ആ മാരേജ് രജിസ്റ്ററിൽ. അതാണ് അടുത്ത മേജർ കൺസേൺ. ഞാനത് പറയാം. ഇപ്പം നമുക്കൊരു മുസ്ലിം കപ്പിൾ, അവർക്ക് 2 പെൺകുട്ടികൾ, അവർ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ കല്യാണം കഴിച്ചു മീൻസ് അവരുടെ കല്യാണം ഒന്നും കൂടിയും രജിസ്റ്റർ ചെയ്തു. ആ കപ്പിൾസിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ ഇൻഹെറിറ്റൻസ് സംഭവിക്കുന്നത് ഈ പറയുന്ന അവർക്ക് വില്ലെഴുതാം. അല്ല, അതൊരു വലിയൊരു കാര്യമാണ്. അവർക്ക് വില്ലെഴുതാനും പറ്റും. മുഴുവൻ പ്രോപ്പർട്ടിക്കും നോർമലി ഒരു മുസ്ലിംസിന് 1/3 മാത്രമേ വില്ലെഴുതാൻ പറ്റും. ഇവരുടെ മുഴുവൻ പ്രോപ്പർട്ടി അവർക്ക് വില്ലെഴുതാം ഈ പറയുന്ന ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം. കറക്റ്റ്. വില്ലെഴുതാനുള്ള സ്കോപ്പ് ശരിക്കും സ്പെഷ്യൽ മാരേജ് ആക്ടിലല്ല വരുന്നത്, ഇന്ത്യൻ സക്സഷൻ ആക്ടിലാണ് വരുന്നത്. സോ നൗ കം ടു ദ പോയിന്റ്. അവർക്ക് 2 മക്കളുണ്ട്. ആ മക്കളുടെ മാരേജ് സ്പെഷ്യൽ മാരേജ് ആക്ട് തന്നെ ചെയ്യണം നിർബന്ധമില്ല അല്ലേ? കറക്റ്റ്. അവർ നോർമൽ നിക്കാഹ് തന്നെ കഴിച്ചിട്ട് അവരുടെ ഇൻഹെറിറ്റൻസ് എന്ത് സംഭവിക്കുന്നതിനെ പറ്റി ആക്ട് സൈലൻ്റ് ആണ്. സോ അതിൽ ആക്ടിൽ പറയുന്നത് ഈ ഇന്ത്യൻ സക്സഷൻ ആക്ട് വിൽ അപ്ലൈ ടു ദ ഇഷ്യൂസ് ഓഫ് ദ മാരേജ്. ഇഷ്യൂസ് എന്ന് ആക്ടിൽ പറയുന്നതിൻ്റെ അർത്ഥം മക്കൾ എന്നാണ്. ഇഷ്യൂസ് എന്ന് പറയുന്നത് മക്കളാണ്. ഓ മൈ ഗോഡ്. ഓക്കെ, ഇഷ്യൂ എന്ന് പറയുന്നതിന്റെ ടെർമിനോളജി വരുന്നത് ഇഷ്യൂ എന്നെല്ലാം പറയുന്നതെല്ലാം മക്കളെയാണ്. എനിക്ക് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ കുട്ടികൾക്കും അത് ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇപ്പൊ അവര് മേജർ ആവുമ്പോൾ നിക്കാഹിന് തന്നെയാണ് പോകുന്നതെങ്കിൽ അവര് വീണ്ടും മുഹമ്മദൻ ലോയിനെ തിരിച്ച് പിടിക്കുകയാണ്. അതെ, കറക്റ്റ്. അപ്പോൾ അവരുടെ ഇൻഹെറിറ്റൻസ് സംഭവിക്കുന്നത് അവർക്ക് നാളെ മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യൻ സക്സഷൻ ആക്ട് ഒന്നും വരില്ല. ഇവർക്ക് സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ
അത് ആ പറയുന്ന നിക്കാഹ് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് വരുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു ക്ലാരിറ്റിയിൽ എനിക്ക് അത് പല ഇന്റർപ്രിട്ടേഷന് വിധേയമാണ് സത്യത്തിൽ. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതെ. അതായത് ഇവർക്ക് കിട്ടിയ ഇൻഹെറിറ്റൻസ് ഉണ്ടല്ലോ, ഈ പാരന്റിൽ നിന്ന് കിട്ടിയ ഇൻഹെറിറ്റൻസ്, കിട്ടിയ പ്രോപ്പർട്ടി ഗവേൺ അണ്ടർ ദ ഇന്ത്യൻ സക്സഷൻ ആക്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരും. അത് കറക്റ്റാണ്. പിന്നെ വരുന്ന സെൽഫ് അക്വയർഡ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടിക്ക്, വിവാഹത്തിന് ശേഷം വരുന്ന പ്രോപ്പർട്ടിക്കും എങ്ങനെ വരും എന്നുള്ളത്. സോ അടുത്ത ജനറേഷൻ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അടുത്ത ഒരു ജനറേഷൻ സ്കിപ്പ് ചെയ്ത് വരുന്ന അവരുടെ ഇൻഹെറിറ്റൻസ് ബിഗ് ചാലഞ്ചിനോ? It is. ഈ ആക്ട് ഡസ് നോട്ട് പ്രൊവൈഡ് ഫോർ ഓൾ സർക്കംസ്റ്റൻസസ് അറൈസിംഗ്. ക്ലാരിറ്റി അത്രയില്ല, അത്രയും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മൊത്തം ഇന്ത്യയിൽ നോക്കുമ്പം ഈ ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട്, മുസ്ലിം കപ്പിൾസ് സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ നോർത്ത് കേരളയിൽ നിന്നാണ്. അതാണ് ഡാറ്റ കിട്ടുന്നത്. കാരണം ഇത്രയും പേര് ആരും ഒന്നും ഇതിൻ്റെ അവയർനെസ് ഉണ്ടാവില്ലായിരിക്കും, ചിലപ്പം സോഷ്യൽ മീഡിയ ഇതിൻ്റെ നീഡോ റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കില്ലായിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു മുന്നോട്ട് പോകുമ്പം മക്കൾക്കുള്ള ഒരു ക്ലാരിറ്റി ശരിക്കും പറഞ്ഞാൽ ഈ പാരൻസിന് കൊടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഇല്ല, വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ടിൽ വിവാഹം കഴിക്കുന്ന കപ്പിളിന് മാത്രമേ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളത് മക്കളുടെ അവർ ചൂസ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം വരുമ്പോൾ അതനുസരിച്ച് മാറ്റങ്ങൾ വരും. ഞങ്ങളുടെ ഒരു ക്ലയൻറ്റ്, അവർ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ മുസ്ലിം കപ്പിൾസാണ്, അവർ കല്യാണം കഴിച്ചു, പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയും, അവരുടെ ഒരു വിചാരം ഇത് ഓട്ടോമാറ്റിക്കലി പോകുമെന്നുള്ളതാണ്. ഓക്കെ, ഈ പറഞ്ഞ പ്രോപ്പർട്ടികൾ ഓട്ടോമാറ്റിക്കലി പോകുമെന്നുള്ളതാണ്. പ്രാക്ടിക്കലി അവർ വില്ലെഴുതണം. ഓക്കെ, കേരളത്തിൽ ഇന്ന് വില്ലെഴുതി കഴിഞ്ഞാൽ അത് പ്രൊബേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ലീഗൽ എയർസിൻ്റെയും കൺസെൻറ്റും വേണം, അല്ലേ? അപ്പോൾ ആ ലീഗൽ എയർ എന്ന് പറയുമ്പം, ലീഗൽ എയർ എന്ന് പറയുന്നത് അവരുടെ ലീഗൽ എയർ ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരമുള്ള ലീഗൽ എയർ ആണല്ലോ, ശരിയാ ലോ പ്രകാരമുള്ള ലീഗൽ എയർ അല്ല, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊസീജിയറൽ സൈഡിൽ എപ്പോഴും ഒരു ഡിസ്പ്യൂട്ടിന് ഹൈലി ചാൻസ് ഉണ്ടാവില്ലേ? സാധ്യതകൾ ഉണ്ടാവാം. എനിബഡി ക്യാൻ ചാലഞ്ച്. യെസ്, മാരേജ് ചാലഞ്ച് ചെയ്താൽ അതിൽ ഒബ്വിയസ്ലി ഇതെല്ലാം ചാലഞ്ച്ഡ് ആവും. പക്ഷേ മാരേജിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ആയാൽ നിയമപ്രകാരം ആ സർട്ടിഫിക്കറ്റ് ഇസ് എ കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് യുവർ മാരേജ്. അതായത് അതിനൊരു പ്രിസംഷൻ നിയമത്തിൽ പറയുന്നത്, അത് നിയമപരമായി നടന്നതാണ് എന്നൊരു ധാരണ കൃത്യമായി കോടതിക്ക് കിട്ടും. അതിനെ ഖണ്ഡിക്കാൻ വേറെ എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ ആ സർട്ടിഫിക്കറ്റ്, ആ മാരേജ്. നമുക്കിപ്പോൾ റീസെന്റ് കേരള ഹൈക്കോടതി റൂളിംഗ് ഉണ്ട്, അതിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. 2024 അതെ. അതിൽ ആക്ച്വലി ഇതേപോലെ പ്രോപ്പർട്ടിയുടെ ഇഷ്യൂ തന്നെ ആയിരുന്നു. കക്ഷികളുടെ പേരൊന്നും പറയണ്ട, കേരള ആയതുകൊണ്ട് പിന്നെ പേരുകൾ പറയണ്ട, പറഞ്ഞോളൂ. അപ്പോൾ പ്രോപ്പർട്ടി പാർട്ടീഷനിലെ ഇത് തന്നെയാണ് ചാലഞ്ച് ചെയ്ത് വന്നത്. അതിൽ ഒരു കണ്ടൻഷൻ ആയിരുന്നു, ഈ സക്സഷൻ ആക്ട് ആണോ ഇവർക്ക് ആപ്ലിക്കബിൾ, മുഹമ്മദൻ ലോ ആണോ ആപ്ലിക്കബിൾ. ആരാണ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടാവുക? അത് ചാലഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മകൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു പാർട്ട് ഓഫ് പ്രോപ്പർട്ടി കിട്ടിയില്ല. അതിലെ ഒരു ഷെഡ്യൂളിലുള്ള പ്രോപ്പർട്ടി ബാക്കി 3 മക്കൾക്ക് കൊടുത്തു. ഇദ്ദേഹത്തിന് അതിൽ റൈറ്റ് വന്നില്ല. ബാക്കി എല്ലാം അസൈൻമെൻറ്റ് വഴി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവർ ആ സ്പെഷ്യൽ മാരേജ് ആക്ടിലെ ആ മാരേജാണ് ചലഞ്ച് ചെയ്തു, ഒരു കണ്ടൻഷൻ. അങ്ങനെ വന്നപ്പോൾ കോടതി കൃത്യമായി പറഞ്ഞു, സ്പെഷ്യൽ മാരേജ് ആക്ട് ഇവർ രജിസ്റ്റർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ടിൽ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സെക്ഷൻ 21 പ്രകാരം ഇന്ത്യൻ സക്സഷൻ ആക്ട് തന്നെയാണ് ആപ്ലിക്കബിൾ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യാം. സോ ബേസിക് ഫണ്ടമെൻ്റൽ ലീഗൽ സിസ്റ്റം പോകുന്നത്, സിൻസ് ദ മാരേജ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദ സ്പെഷ്യൽ മാരേജ് ആക്ട്, അത് പ്രൂവ് ആയി കഴിഞ്ഞാൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് വിൽ കം. അതെ, അതിൽ വന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഭാര്യ മരിച്ചുപോയി. അപ്പോൾ ഭാര്യയും ഭർത്താവും ജോയിൻ്റ് ആയിട്ടുണ്ടായിരുന്ന പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ ഭാര്യ മരിച്ചപ്പോൾ ഭാര്യയുടെ പ്രോപ്പർട്ടി ആർക്ക് പോകും എന്നുള്ള ഒരു ഇഷ്യൂവും അതിൽ അറൈസ് ചെയ്തു. അവിടെയാണ് ആ ഇഷ്യൂ തന്നെ സോൾവ് ചെയ്തത് കോർട്ട്. അത് വളരെ ക്ലിയർ ആയിട്ടും ക്ലാരിറ്റിയിലും സോൾവ്ഡ് ആണ്. ദാറ്റ് സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി ഈ നിക്കാഹ് ഒന്നും കൂടെ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് തന്നെയാണ് ആപ്ലിക്കബിൾ എന്നുള്ളത്. ഞാൻ ഈ ഒരു ജസ്റ്റ് എനിക്ക് ക്യൂരിയസ് ആയിട്ട് ചോദിക്കുകയാണ് കേട്ടോ, ഇവർ ഇന്ത്യൻ സക്സഷൻ ആക്ടിൽ വന്നല്ലോ ഈ മാരേജ് ചെയ്തുകൊണ്ട്, ഇവർക്ക് ഇവരുടെ പാരൻസിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ അത് ശരിയാ ലോ പ്രകാരമല്ലേ കിട്ടേണ്ടത്? അത് ശരിയാ ലോ പ്രകാരം കിട്ടി. ഇവർക്കത് കിട്ടാനുള്ള റൈറ്റ്സും നഷ്ടപ്പെടുന്നില്ല. ഇല്ല, അതിൽ അങ്ങനത്തെ അവരങ്ങനെ പേഴ്സണൽ ലോൺ ഔട്ടായി പോകും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട്? ഇല്ല, അവരുടെ അതായത് അവിടെ ഗവേൺ ചെയ്യുന്നത് അവരുടെ
പേരൻസിന്റെ ഇൻഹെറിറ്റൻസ് ലോ ആണ് അവിടെ. അതെ അതെ അതെ, അത് കിട്ടാനുള്ളത് കിട്ടും, അത് കിട്ടാനുള്ളത് വരും. അത് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് പോകത്തുമില്ല. അതിനുശേഷം അതെങ്ങനെ താഴോട്ട് പോകുന്നുള്ളത് മാത്രമേ. അപ്പോൾ എൻ്റെ എസ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ, എൻ്റെ പ്രോപ്പർട്ടിയുടെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ട് മാത്രമേ ഇത് സംസാരിക്കും. ഇന്ത്യൻ സക്സഷൻ ആക്ട് സക്സഷൻ എന്ന് സംസാരിക്കുന്നത്. അതായത് അതിൽ കൃത്യമായി പറയുന്നുണ്ട്, സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ രജിസ്ട്രേഷൻ തുടങ്ങുന്ന അന്ന് മുതലാണ് അത് ആപ്ലിക്കബിൾ വരുന്നത്. ഓക്കെ, അതിന് മുന്നേ ഇല്ല. ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങൾ എപ്പോഴും അഡ്വക്കേറ്റ് ചെയ്യുന്നൊരു കാര്യം, ഈ ഇൻസ്റ്റെഡ് ഓഫ് ഈ ഗോ ഫോർ എ സ്പെഷ്യൽ മാരേജ് ആക്ട്, ഇത് ഫണ്ടമെൻ്റൽ കൺസേൺ എന്ന് പറയുന്നത് നമുക്ക് ശേഷം നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ മക്കൾക്ക് സുരക്ഷിതമായിട്ട് പോകുമെന്നതാണ് എല്ലാവരുടെയും ഒരു കൺസേൺ. അപ്പം കേരളത്തിലെ മിക്ക മുസ്ലിം ഫാമിലീസിനും ചിലപ്പോൾ അറിയാത്തൊരു കോൺസെപ്റ്റാണ് ട്രസ്റ്റ്. ഈ പറയുന്ന നമ്മൾ, കാരണം വില്ല് ചലഞ്ച് ചെയ്യപ്പെടും, വലിയ ചലഞ്ച് ചെയ്യാം. അപ്പം നാളെ പോകുമെന്ന് നമ്മുടെ അസംഷനാണ്. ഓക്കെ, ഈ പറഞ്ഞ പെൺകുട്ടികളുടെയും ഈ പറയുന്ന വൈഫിനെയും ആരാണ് ചാലഞ്ച് ചെയ്യാൻ നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. നമ്മൾ പോയതിന് നമ്മൾ ചെയ്ത് വെക്കുന്ന ആൾക്കാർക്ക് നല്ല ഒരു ക്ലാരിറ്റി ഉണ്ടാവും, ഞങ്ങൾ ഇതൊക്കെ ചെയ്തു വെച്ചു. പക്ഷേ ഇവരെ നാളെ ആരെങ്കിലും ചാലഞ്ച് ചെയ്യുമോ എന്നുള്ള ഒരു ക്ലാരിറ്റി പേടി അറിയില്ലല്ലോ. ആരാ ചാലഞ്ച് ചെയ്യുന്നത്, നമ്മൾ പോയ ശേഷം ആര് ചാലഞ്ച് നമുക്കറിയില്ലല്ലോ. നോർമലി നിങ്ങൾക്ക് ബീങ് എ ലോയർ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് റൈറ്റ്. ഒരു ആഫ്റ്റർ എ ഡെത്ത് ഓൺലി ഫ്യൂ പീപ്പിൾ വിൽ കം ഇൻ ഫ്രണ്ട് ഓഫ് ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരുന്നത് ആഫ്റ്റർ എ ഡെത്ത് ഓൺലി. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ട്രസ്റ്റിനെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കാവുന്നതാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഇതുപോലെ ഇങ്ങനെ വളഞ്ഞ് മുക്കുപിടിക്കുന്നതിനെക്കാട്ടും നല്ലത് നേരിട്ട് മറ്റുള്ള സൊല്യൂഷൻസ് ഉണ്ട് എന്ന് അറിയില്ലെന്നാണ് ഞാൻ ഈ പ്രൈവറ്റ് ട്രസ്റ്റിനെ കുറിച്ചിട്ട് എപ്പോഴും പറയാറുണ്ട്. ഞാനത് വിചാരിക്കായിരുന്നു. സോ ബേസിക്കലി നമ്മൾ ഇതുവരെ ഞങ്ങൾ വക്കീലന്മാരാണെങ്കിലും നമ്മൾ സജസ്റ്റ് ചെയ്യുക, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ സെറ്റിൽമെന്റ് ഡീഡ് എഴുതിക്കോളൂ വിത്ത് ലൈഫ് ഇൻട്രസ്റ്റ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം, ആർക്കും ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും കൊടുക്കാൻ താല്പര്യമില്ല. കൊടുക്കാൻ ആഗ്രഹമുണ്ട് നമുക്ക് ശേഷം എന്നുള്ളതാണ്. ആരും ജീവിച്ചിരിക്കുമ്പോൾ വന്ന് മക്കളുടെ പേരിൽ എഴുതി കൊടുക്കാൻ, കാരണം എൻ്റെ ഓഫ് ദ ഡേ ഞാനും സജസ്റ്റ് ചെയ്യില്ല. നമുക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ് നമ്മുടെ കോൺഫിഡൻസ്. ഓക്കെ, നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വീട്ടിൽ നമ്മുടെ വാടകക്കാരായി. അതായത് മൈൻഡ് സെറ്റ് പോകാൻ മാറും. അവർക്ക് ഒരിക്കലും, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ 95% പാരൻസിനും മക്കൾക്ക് അവർ ജീവിച്ചിരിക്കുമ്പോൾ സെറ്റിൽ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഈ ട്രസ്റ്റ് ആക്ട് പ്രകാരം ട്രസ്റ്റ് ഫോം ചെയ്യുമ്പോൾ അത് ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ടാണോ ട്രസ്റ്റ് ഫോം ചെയ്യുക? അല്ല, ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞാൽ ദിസ് ഗവൺ അണ്ടർ ദ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882. ഓക്കെ, ഇറ്റ്സ് എ പ്രൈവറ്റ് ഫാമിലി ട്രസ്റ്റ്. അല്ലാതെ ഇതൊരിക്കലും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റോ റിലീജിയസ് ട്രസ്റ്റോ വക്കഫോ ഒന്നുമല്ല. ആൾക്കാരുടെ തെറ്റിദ്ധാരണ, ട്രസ്റ്റിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ അതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു ട്രസ്റ്റ്, പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു ഫാദർ, ഓക്കെ, മദർ, ഫാദറാണല്ലോ ഓണർ ഓഫ് എ പ്രോപ്പർട്ടി. അദ്ദേഹം വന്നിട്ട് ഒരു ട്രസ്റ്റ് ഫോം ചെയ്യുന്നു. മേ ബി 2 പെൺകുട്ടികളുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയാണ്, അവരുടെ ഓരോരുത്തരുടെ പേരും ഓരോ ട്രസ്റ്റ് തുടങ്ങാം. അതായത് മൂത്ത മകളുടെ പേരിൽ ഒരു ട്രസ്റ്റ് തുടങ്ങാം, രണ്ടാമത്തെ മകളുടെ പേരിൽ വേറെ ട്രസ്റ്റ് തുടങ്ങാം. എന്നിട്ട് എന്താണോ നമുക്ക് അവരുടെ പേരിൽ കൊടുക്കാൻ താല്പര്യമുള്ളത് നമ്മൾ ആ ട്രസ്റ്റിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് കമ്പനിയുടെ ഷെയർ ആയിക്കോട്ടെ, നമ്മുടെ പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, എന്താണോ നമുക്ക് കൊടുക്കാനുള്ളത് അത് അവരുടെ പേരിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ട്രസ്റ്റിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, മക്കൾക്കൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഇതിൻ്റെ ട്രസ്റ്റി എന്ന് പറയുന്നത് പാരൻ്റ് തന്നെയാണ്, ഈ അച്ഛനും അമ്മയും തന്നെയാണ്. അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവൂ. അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ ഡ്യൂറിങ് ദെയർ ലൈഫ് ടൈം. വേണമെങ്കിൽ പെൺകുട്ടികളെയും ആക്കാം. ഓക്കെ, പെൺകുട്ടികളെ ആക്കാം. നമ്മുടെ മരണശേഷം മകള് ട്രസ്റ്റി ആയിട്ട് വരുന്നു. മകൾ ട്രസ്റ്റ് ഡീഡ് എഴുതുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഈസ് എ സെറ്റിലർ. ആരാണോ ട്രസ്റ്റ് സെറ്റിൽ ചെയ്യുന്ന അയാളെ സെറ്റിലറാണ്. അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി അതിലേക്ക് സെറ്റിൽ ചെയ്യുന്നു. അതിൽ കൃത്യമായിട്ട് പറയുന്നു, ഞാൻ ഒരു ബെനിഫിഷ്യറിയാണ്, എൻ്റെ വൈഫ് ഒരു ബെനിഫിഷ്യറിയാണ്, എൻ്റെ മൂത്ത മകൾ ഒരു ബെനിഫിഷ്യറിയാണ്, എൻ്റെ 2 ഇളയ മകൾ ഒരു ബെനിഫിഷ്യറിയാണ്. ഇവർക്ക് എത്ര സമയത്ത് എങ്ങനെയൊക്കെ കൊടുക്കണം എന്നതിനെപ്പറ്റി വളരെ ക്ലാരിറ്റിയോട് വേണ്ടി എഴുതുക. ഇത് എഴുതി കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് 21-22 വയസ്സിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പലപ്പോഴും ഇൻഹെറിറ്റൻസ് സംഭവിക്കാം. അവർ കല്യാണം കഴിക്കും, അവരുടെ കപ്പിൾസ് വരും, അങ്ങനെ മക്കളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ട്രസ്റ്റിൽ വെക്കുന്നിടത്തോളം മക്കൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. പക്ഷേ പ്രോപ്പർട്ടി ആർക്കും തൊടാൻ പറ്റില്ല. അതായത് നേരത്തെ പറഞ്ഞ സിബ്ലിങ്സിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അല്ല നിയമത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ, ഇത് കംപ്ലീറ്റ്ലി സേഫ് കസ്റ്റഡിയിൽ അവിടെ നിൽക്കും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ, റെൻറ്റ്, ഡിവിഡൻറ്റ്, മറ്റേ ഇൻട്രസ്റ്റ്, അതൊക്കെ പെൺകുട്ടികൾക്ക് കിട്ടും. എനിക്കും കിട്ടും, അല്ല പാരൻസിനും കിട്ടും, പെൺകുട്ടികളും കിട്ടും. ഇനി വേണമെങ്കിൽ നമുക്ക് പറയാം, പെൺകുട്ടികൾക്ക് 45 വയസ്സാകുന്ന സമയത്ത് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ട്രസ്റ്റിൻ്റെ ലൈഫ് കഴിഞ്ഞു. ഓക്കെ, ട്രസ്റ്റ് ഡിസോൾവ് ആയി. ആ 45 വയസ്സിൽ ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു പ്രോപ്പർട്ടി. ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ ശേഷം ഇവർക്ക് പോകും എന്നുള്ളത് നമ്മുടെ അസംഷനാണ്, വില്ല് അല്ലേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവർക്കത് ഹാൻഡ് ഓവർ ചെയ്ത് അത് ബെനിഫിറ്റ് ഉപയോഗിക്കുന്നതെന്ന് കാണുന്നതാണ് പ്രൈവറ്റ് ട്രസ്റ്റ്.
അപ്പം ഞാൻ പറയും നിങ്ങൾ ഈ ഒരു അതൊരു ഇൻട്രസ്റ്റിംഗ് സൊല്യൂഷൻ ആണ്. വളഞ്ഞ വഴിയിൽ കാരണം ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണ ട്രസ്റ്റ് എന്ന് പറയുമ്പം ഈ അക്കൗണ്ട്സ് വേണം, ഓഡിറ്റ് വേണം, ഈ കമ്പനി ഈ ട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പം വലിയൊരു ചാരിറ്റബിൾ ഇൻകം ടാക്സിൻ്റെ അപ്രൂവൽ വേണം. കാരണം നോർമൽ ചാരിറ്റബിൾ റിലീജിയസ് ട്രസ്റ്റിനൊക്കെ കമ്മീഷണർ ഇൻകം ടാക്സിൻ്റെ ഒക്കെ അപ്രൂവലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓഡിറ്റ് അക്കൗണ്ട്സ് കാര്യങ്ങൾ. അപ്പോൾ ഇത് അത്രയും കോംപ്ലിക്കേറ്റീവ് വരും അതിനെ. അതിൻ്റെ ഒരു ഓഫ് ദി റെക്കോർഡ്. അപ്പോൾ ഇത് 45 years ആകുമ്പോൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അന്നേരം ഇൻഹെറിറ്റൻസ് വരുമോ? ഇല്ല, ഇൻഹെറിറ്റൻസ് വരുന്നില്ല. ഇൻഹെറിറ്റൻസ് അല്ലല്ലോ സംഭവിക്കുന്നത്, ട്രസ്റ്റിന്റെ പ്രോപ്പർട്ടി ആണല്ലോ. അതെ അതെ, എൻ്റെ ഇൻഹെറിറ്റൻസ് പോയി. ഇൻഹെറിറ്റൻസ് വരുന്നത് ഓൾറെഡി പ്രോപ്പർട്ടി മറ്റൊരു ലീഗൽ എൻറ്റിറ്റി ആയ ട്രസ്റ്റിന് നമ്മൾ ഇത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇത് എൻ്റെ പ്രോപ്പർട്ടി. കറക്റ്റ്. ഇതിൻ്റെ മുകളിലാണ് ഇന്ത്യൻ സക്സഷൻ ആക്ടും എൻ്റെ വില്ലും എല്ലാം വർക്ക് ചെയ്യുന്നത്. കറക്റ്റ്. ഇത് ഞാനൊരു ട്രസ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ പേരിൽ പ്രോപ്പർട്ടി ഒന്നുമില്ല. ശരിയാ, ലോ വിൽ വോണ്ട് കം. ഓക്കെ, ഇൻഹെറിറ്റൻസ് ലോ വോണ്ട് കം. നൗ ദ പ്രോപ്പർട്ടി ബിലോങ്സ് ടു എ ട്രസ്റ്റ്. ഐ എം ഓൺലി എ ട്രസ്റ്റി. അല്ലേ, എനിക്ക് ശേഷം എൻ്റെ മകൾ ട്രസ്റ്റി. അല്ലേ, ഇഫ് ദേ വാണ്ട് ദേ ക്യാൻ ടേക്ക് ഇറ്റ്. നോബഡി ചാലഞ്ച്. ബ്യൂട്ടിഫുൾ സൊല്യൂഷൻ. ആരും ഇൻ ബിറ്റ്വീൻ ഇന്റർമീഡിയറ്റ് കോർട്ടില്ല, സിബ്ലിങ്സ് ഇല്ല. ഇറ്റ്സ് എ പ്രൈവറ്റ് അറേഞ്ച്മെന്റ്. നോബഡി വിൽ കം ഇൻ ടു ദ പിക്ചർ. സോ അങ്ങനത്തെ സൊല്യൂഷൻസ് ഉണ്ട്. ഞാനെപ്പോഴും വണ്ടടിക്കും എന്തുകൊണ്ടാണ് ഇവർ ആരും ഇതിനെ പറ്റി ചിന്തിക്കാത്തത്. അത്രയും അങ്ങോട്ട് നമ്മൾ റിസർച്ച് ചെയ്ത് പോയൊരു ഫീൽഡ് അല്ല. കാരണം അതൊരു കുറച്ച് സ്ട്രക്ചർ കോംപ്ലിക്കേറ്റ് ആവുന്നത്. ഇൻകം ടാക്സ് ഇസ് നോട്ട് വെരി ക്ലിയർ. ഇറ്റ് ഇസ് നോട്ട്, ട്രസ്റ്റ് ഈസ് നോട്ട് എ പേഴ്സൺ. Okay, trustees are come as a representative SSC to file a tax returns. Okay, FEMA will come, RBI വരുന്നുണ്ട്. ഓക്കെ, NRI ആവാം മക്കൾ, അവരെ OC ആവാം മക്കൾ. അപ്പോൾ അവരുടെ ബെനിഫിറ്റ് ഇവിടുന്ന് എങ്ങനെ റെമിറ്റൻസ് കൊടുക്കണം, അവർക്ക് നാളെ ഇതിൻ്റെ ഇൻഹെറിറ്റൻസ് എങ്ങനെ അവർ ഹാൻഡ് ഓവർ ചെയ്യും, അങ്ങനെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെന്നേ പറയുന്നു. ക്ലാരിറ്റി ഉണ്ട്, ആക്ച്വൽ ക്ലാരിറ്റി ഉണ്ട്. അല്ല, ട്രസ്റ്റിനൊരു ലീഗൽ എൻറ്റിറ്റിയുടെ ഇല്ല 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 ഇല്ല. ഇറ്റ് ഈസ് ലൈക്ക് പാർട്ട്ണർഷിപ്പ് ഫോം. പാർട്ട്ണർ വിൽ റെപ്രസെൻറ്റ് പാർട്ട്ണർഷിപ്പ് ഫോം. നോ, അതേപോലെ ട്രസ്റ്റി റെപ്രസെൻറ്റ് ട്രസ്റ്റ്. പക്ഷേ എങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടിയുടെ മുകളിലാണല്ലോ എന്തെങ്കിലും ക്ലെയിം വരിക. ഇൻകം ടാക്സ്, GST, ED, അല്ലേ, ക്രെഡിറ്റർ, പല കാര്യങ്ങളും. ഞാനൊരു പ്രോപ്പർട്ടി ട്രസ്റ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പേഴ്സണൽ ലെവലിലെ ലയബിലിറ്റി ഒന്നും തന്നെ ഈ പ്രോപ്പർട്ടിനെ ബാധിക്കില്ല. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ്. ആർക്കും അതുകൊണ്ട് തന്നെയാണ് പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടികളെ കയ്യിൽ നിന്ന് ആർക്കും ഇത് വാങ്ങാനും പറ്റില്ല. കാരണം ലീഗലി ഈ പെൺകുട്ടികൾ ഇതിൻ്റെ ലീഗൽ ഓണർ അല്ല. ഓണർഷിപ്പ് ഉണ്ടെങ്കിലല്ലേ ക്ലെയിം ചെയ്യാം. ശരിയാണ്. അപ്പം നാളെ ഒരു ഹസ്ബൻഡ് തന്നെ ഒരു കാര്യത്തിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാലും ഞാനിത് കൊടുക്കാനുള്ള മാൻഡേറ്റും ഇല്ല. കാരണം എൻ്റെ പേരില്ലല്ലോ, ഞാനിതിൻ്റെ ബെനിഫിറ്റ് മാത്രമാണല്ലോ എൻജോയ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഒരു സൊല്യൂഷനായിട്ടാണ് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ എല്ലാവരോടും പറയാറ്. ഇതിന് അതെനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഇതായിട്ട് തോന്നി. അത് കൂടുതൽ നമ്മളതിൽ പ്രാക്ടിക്കലി ചെയ്ത് നോക്കണം എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഓക്കെ, അഡ്വക്കേറ്റ്, ആക്ച്വലി എനിക്ക് വേറൊരു കോൺസെപ്റ്റ് എല്ലാവരും ഈ മാരേജ് എന്ന് പറഞ്ഞ അതേ കോൺടെക്സ്റ്റിനെ സംസാരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു രജിസ്ട്രേഷനെ പറ്റി പറഞ്ഞു, ഏതൊക്കെ മാരേജ് എന്നൊക്കെ പറഞ്ഞു. ലിവിങ് റിലേഷൻഷിപ്പ് ശരിക്കും ഒരു മാരേജ് ആണോ? അല്ല, മാരേജ് അല്ല, കോൺട്രാക്ട് അല്ല. Call the other person your wife or husband, but they are maybe partners. അതാണ് അതിന്റെ ഡിഫറൻസ്. What do you mean partner? അതായത് ഇന്ത്യൻ ലോ പ്രകാരം അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പിലല്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ഒരു വൈഫിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ലിവിങ് റിലേഷൻഷിപ്പിൽ എവിടെയെങ്കിലും ഡിഫൈൻഡ് ആണോ ഈ ഹസ്ബൻഡും വൈഫും എന്താണെന്ന്? ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാരേജ് ചെയ്യുമ്പോൾ മാത്രമേ ഹസ്ബൻഡും വൈഫും ആവുന്നുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷേ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഒത്തിരി നാളുണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അതിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആപ്ലിക്കബിൾ വരും. അതേപോലെ മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് അതിന് ജഡ്ജ് മെയ്ഡ് ലോസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ലെജിസ്ലേച്ചർ പാസ് ചെയ്യാതെ വരുമ്പോൾ അതിൻ്റെ ലാക്യുനാസ് ഉണ്ടല്ലോ. ഇതേപോലെ സൊസൈറ്റി വളരുമ്പോൾ വ്യത്യാസങ്ങൾ വരുന്ന ചില റിലേഷൻഷിപ്പ് പുതിയ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ സർക്കംസ്റ്റൻസസ് കോടതിയുടെ മുമ്പിലെത്തുമ്പോൾ കോടതിക്ക് തന്നെ ആ ലാക്യുനെ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സഹായിക്കുന്നതാണ് ജഡ്ജ്മെന്റ് മെയ്ഡ് ലോസ്. ആ ജഡ്ജ്മെന്റിൽ ക്ലാരിറ്റിയിൽ പറയും. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ വന്നാൽ ആ സ്ത്രീക്ക് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ കോടതിയുടെ മുമ്പിൽ പോകാമെന്നുള്ളത് കൃത്യമായി. ഇൻഹെറിറ്റൻസിൽ റൈറ്റ്സ് ഇല്ല. അത് പ്രോബബ്ലി വില്ലോ അല്ലെങ്കിൽ മാൻഡേറ്ററി ആണ്. ഞാൻ എപ്പോഴും പറയും ലിവിംഗ് റിലേഷൻഷിപ്പിന്റെ സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും മാൻഡേറ്ററി ആയിട്ട്. പക്ഷേ കുട്ടികൾക്ക് പറ്റും.
കുട്ടികളുണ്ട്, കുട്ടികൾക്ക് ലെജിറ്റിമസി ഉണ്ട്, ഇല്ലെജിറ്റിമറ്റ് അല്ല. അതെ അതെ. പക്ഷെ അവിടെയും കുട്ടികൾക്ക് പറ്റും, ഭാര്യയ്ക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഭർത്താവിന് പറ്റില്ല. അപ്പം ഈ ലിവിങ് റിലേഷൻഷിപ്പിൽ ഒരു പ്രൊലോങ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഈ ലോങ്ങർ പീരീഡ്, എത്ര ലോങ്ങർ പീരീഡാണ്? 6 മാസം, 6 വർഷം? സോ അങ്ങനെയൊന്നും ഒരിടത്തും ഡിഫൈൻ ചെയ്തിട്ടില്ല. അതെല്ലാം ഓരോ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസിലേ വരുള്ളൂ. കാരണം അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ആക്ടോ ഒരു സ്റ്റാറ്റ്യൂട്ട് ഇല്ല അതിനെ സംബന്ധിച്ച് സോഫാർ. അവിടെയാണ് ഓരോ കേസ് വരുമ്പോൾ അതിനെപ്പറ്റി ഇൻ്റർപ്രിറ്റ് ചെയ്ത് കോടതികൾ ഉണ്ടാക്കുന്ന നിയമം മാത്രമേ ഇപ്പം ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ നമുക്ക്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തെടുക്കേണ്ടിയും വരുന്നു, ലിവ് ഇൻ റിലേഷൻഷിപ്പിലായിരുന്നു ഞങ്ങൾ എന്ന്. അത് എത്ര നാളെന്നുള്ളതല്ല, ആയിരുന്നോ അല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എവിഡൻസ് ഉണ്ടാവില്ല, എവിഡൻസ് ഉണ്ടാക്കണോ, അതാണ് അവിടെയാണ് നമുക്ക് വരുന്ന ഒരു ചാലഞ്ച്. എസ്പെഷ്യലി ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് നമ്മൾ കാണുന്നത് കൂടുതലും അവർ അപ്പാർട്ട്മെൻറ്റ് മോഡലിലായിരിക്കും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നുണ്ടാവുക. പലപ്പോഴും ഈ ലിവിങ് റിലേഷൻഷിപ്പ് കൂടുതലും അപ്പാർട്ട്മെൻറ്റ് മോഡലിൽ താമസിക്കുമ്പം അവിടെ നമ്മൾ കാണുന്നത് ഈ അപ്പാർട്ട്മെൻറ്റ് ലോൺ എടുത്തിട്ടുണ്ടോ, ഇവർ രണ്ടുപേരുടെയും ഓണർഷിപ്പിലായിരിക്കും ഉണ്ടാവുക, രണ്ടുപേരും EMI അടയ്ക്കുന്നുണ്ടാവും. അപ്പം എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദ്യം ചോദിക്കുന്നത്, ഈ ലിവിങ് റിലേഷൻഷിപ്പിലെ ആൾക്കാർ നാളെ സെപ്പറേറ്റ് ആവണം എന്ന് തീരുമാനിക്കുകയാണ് വിചാരിച്ചോളൂ, അവിടെ ഒരു ലീഗൽ ഡൈവേഴ്സിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ആവശ്യമില്ല. മാരേജ് ഇല്ലാത്തടത്തോളം ഡൈവോഴ്സിന്റെ ആവശ്യമില്ല. They can live separately. Anytime they can live. നിയമത്തിന് അതിൽ ഇതില്ല. പക്ഷെ വേറെ ഒരു ചേഞ്ച് അതിൽ വന്നിങ്ങനെ മധ്യപ്രദേശിൽ മാത്രം ഒരു സ്റ്റാറ്റ്യൂട്ട് വന്നിട്ടുണ്ട്, അത് രജിസ്റ്റർ ചെയ്യണം എന്ന്. ഈവൻ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അത് രജിസ്റ്റർ ചെയ്യണം എന്ന് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, പക്ഷെ അത് ഇപ്പൊ വൈഡർ ആംഗിളിൽ പോയാൽ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ പക്ഷെ അത് വൈഡർ ആംഗിളിൽ ഡിബേറ്റ് നടക്കുമ്പോൾ അത് ആർട്ടിക്കിൾ 21 വയലേഷൻ എല്ലാം പറയും. നമ്മുടെ ഇഷ്ടമല്ലേ അത് ലിവ് ഇൻ മാരേജിന് പോവാതെ ലിവ് ഇൻ റിലേഷൻഷിപ്പിന് പോകുന്നത് ഇൻഫോർമൽ മെത്തഡ് ഓഫ് ട്രൈയിങ് ഔട്ട് എ റിലേഷൻഷിപ്പ് എന്നുള്ളതാണല്ലോ. അപ്പൊ അവിടെയും രജിസ്ട്രേഷൻ വരുമ്പോൾ വീണ്ടും നിയമത്തിന്റെ എല്ലാ നൂലാമാലകളിലും കൂടെ പോവാൻ ആളുകൾക്ക് വീണ്ടും അതിലോട്ട് തന്നെയാണ് നമ്മൾ പോകേണ്ടി വരിക. അത് ഡിബേറ്റ്സ് ആർ ഗോയിങ് ഓൺ. ഇപ്പം ഒരു പർട്ടിക്കുലർ കേസിൽ ഞാൻ പറയാണ് ഡിവോഴ്സ് ഈസ് ഗോയിങ് ഓൺ. ഓക്കെ, ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ചോദ്യമാണ്. നമുക്ക് ഡൈവേഴ്സ് അപ്ലിക്കേഷൻ കൊടുക്കും. ഓക്കെ, അതായത് കോർട്ടിൽ വന്നിട്ട് നമ്മൾ ഡൈവേഴ്സ് പോയി, പിറ്റേ ദിവസം പോയിട്ട് എനിക്ക് വില്ല് എഴുതാൻ പറ്റുമോ? Even having my spouse is going for a divorce, still I can write a will. Of course. Excluding my wife. അത് ചെയ്യാം, എനിക്കത് എഴുതാം. വില്ലിന്റെ ഗുണം തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കുക. അത് ബന്ധുക്കളാവണമെന്ന് പോലും അല്ല. വില്ലിനെ ചാലഞ്ച് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടോ? ഡൈവേഴ്സ് ആയതുകൊണ്ട് ഞാൻ മറ്റേ ഡൈവേഴ്സിന്റെ പെറ്റീഷൻ നടക്കുന്ന സമയത്ത് വില്ല് എഴുതാൻ പാടില്ല എന്നുള്ള ചലഞ്ച് ചെയ്താലും ബേസിക്കലി വില്ല് ഒപ്പിട്ടത് ഇന്ന ആളാണോ, അദ്ദേഹം സുബോധത്തോടെയാണോ, ആ വിറ്റ്നസ്സസ് കണ്ടിരുന്നോ, ഇത്രയും കാര്യങ്ങൾ അതിനകത്തുള്ളൂ. സുബോധത്തോടെ ഞാൻ എൻ്റെ പ്രോപ്പർട്ടി ഇന്ന ആൾക്ക് കൊടുക്കും. കേരളത്തിൽ ഇപ്പം നടക്കുന്ന ഒരു ഡൈവേഴ്സ് കേസ് എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അറിവിൽ 90% ആൾക്കാരും വില്ല് എഴുതിയിട്ടുണ്ടാവില്ല. ഉണ്ടാവില്ല. അപ്പം ടെക്നിക്കലി ഒരു ഡൈവേഴ്സ് നടക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ സത്യം പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി ബില്ല് എഴുതുക എന്നുള്ളതാണ്. അല്ലേ? കാരണം ഈ ഡൈവേഴ്സിൻ്റെ കേസ് അറ്റ്ലീസ്റ്റ് ഒരു 5-6 വർഷം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ആ പറയുന്ന വ്യക്തി അടുത്ത കേസ് ആള് തന്നെയാണ് നമ്മുടെ ലീഗൽ എയർ. അതെ. ഈ കഴിഞ്ഞ ദിവസം കൂടെ എനിക്ക് വന്നൊരു ക്ലയൻറ്റ്, കുട്ടിക്ക് സെറിബ്രൽ പാൾസി ഉണ്ട്, കുട്ടീനെ നോക്കുന്നില്ല ഫാദർ, ഷീ ഈസ് ലിവിങ് സെപ്പറേറ്റ്ലി നൗ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചത്, എൻ്റെ സ്വത്തുക്കൾ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുട്ടികൾക്ക് തന്നെ പോകണമെന്ന് എനിക്ക് മേക്ക് ഷുവർ ചെയ്യണം, അതിന് ഞാൻ എന്ത് ചെയ്യും? അവിടെയാണ് വില്ലിൻ്റെ പ്രസക്തി വരുന്നത്. അപ്പോഴും വില്ല് എഴുതുന്ന സമയത്ത് ഓക്കെ, വില്ലും ഈ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് ട്രസ്റ്റ് ഉറപ്പായിട്ട് ചെയ്യണം. ട്രസ്റ്റാണ് ചെയ്യേണ്ടത്. അതെ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നത് ഈ കുട്ടിക്ക് ഒരു ഗാർഡിയൻ വേണം. അതും നമ്മൾ വില്ലിൽ തന്നെ എഴുതണം. സിൻസ് യു ബീങ് എ ലോയർ, ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു, ആൻഡ് ഇറ്റ്സ് എ വെരി ഇൻഫർമേഷൻ ടു എവ്രി വൺ. ഓക്കെ, ഒരുപാട് പേർക്ക് അറിയില്ല. ഞാൻ എല്ലാ സെഷൻസിലും പറയുന്നൊരു കാര്യമാണ്, ഹൂ ഈസ് എ നാച്ചുറൽ ഗാർഡിയൻ ഫോർ എ ചൈൽഡ്? സോ ഇറ്റ് ഡിപ്പെൻസ്. ഫോർ എ ഹിന്ദു ചൈൽഡ്, ഫാദർ ഇസ് ദ നാച്ചുറൽ ഗാർഡിയൻ, ഫോളോഡ് ബൈ ദി മദർ. ഓക്കെ, ആദ്യം ഫാദറാണ്, പിന്നെ മദറാണ്, ലെജിറ്റിമേറ്റ് ചൈൽഡ്. ക്ലെയിം വരുന്നത് ഫാദറിനാണോ ആദ്യം? ക്ലെയിം ഇൻ ദ സെൻസ് നാളെ കസ്റ്റോഡിയൻ ക്ലെയിം വരുന്നത് ഫാദറിനാണോ? പക്ഷെ അവിടെയും കസ്റ്റോഡിയൻ അല്ലെങ്കിൽ ഗാർഡിയൻഷിപ്പിൻ്റെ കാര്യത്തിൽ കോടതികൾ ഒരു ഡിസ്പ്യൂട്ടിലുള്ളപ്പോൾ കുട്ടികളെ കൊടുക്കുന്ന കാര്യത്തിൽ ഇതിലൊന്നും അല്ല മാറ്റർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൺലി ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ മൈനർ ചൈൽഡ്.
കാരണം ആ കുട്ടി കോടതിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അച്ഛൻ്റെയോ അമ്മയുടെയോ റൈറ്റ് അല്ല അവിടെ വരുന്നത്. അപ്പോൾ ഗാർഡിയൻ റോളിൽ നേരം ഗാർഡിയൻ, നാച്ചുറൽ ഗാർഡിയൻ എന്നുള്ള നിലയിൽ ഫാദറിനാണ് ഹിന്ദു ലോയിൽ വരുന്നത്. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഈക്വൽ ആണ്. അത് ഇൻ കേസ് അസ്യൂം ഞാനൊരു സിറ്റുവേഷൻ പറയുകയാണ്, ഒരു മൈനർ ചൈൽഡ് വിത്ത് ഏജ് ഓഫ് 5 or 6, okay, maybe couples maybe due to some accident they passed away, okay, they didn't write anything. Who is the next natural guardian? There is no natural guardian as such. The court itself can ഒന്നില്ലെങ്കിൽ സുവോമോട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതിനോട് ഞാൻ ചോദിച്ചത്, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, എൻ്റെ അങ്കിള്, ആൻറ്റി ഇവരൊക്കെയാണ് ഗാർഡിയനായി വരും എന്നുള്ളതാണ് ഒരുപാട് പേരുടെ തെറ്റ്. അവർക്കൊക്കെ ആവാം, പക്ഷേ അവർ കോടതിയിൽ പോയി ആപ്ലിക്കേഷൻ കൊടുത്ത് ഗാർഡിയൻഷിപ്പ് OP എന്നാണ് അതിന് പറയുന്നത്, അത് കൊടുത്ത് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വാങ്ങിക്കണം. ഇൻ കേസ് ഇവരാരും ഇല്ല എന്ന് വിചാരിക്കുക, ഒരു കൊച്ച് തന്നെയാണ്, അച്ഛനും അമ്മയും മരിച്ചുപോയി, ആരും ഇല്ല നോക്കാൻ. അങ്ങനെ വരുമ്പോൾ കോടതിക്ക് തന്നെ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം, ആരാണ് നെക്സ്റ്റ് പോസിബിൾ പേഴ്സൺ ടു ലുക്ക് ആഫ്റ്റർ ദി അഫയേഴ്സ്. അത് മേ ബി ഫോസ്റ്റർ കെയറിനും വിടാം, വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ. ഇപ്പോൾ NGOs ഉണ്ട്, അങ്ങനെയുള്ള ഒത്തിരി. ഇറ്റ്സ് ബേസിക്കലി ഒരു മൈനർ ഓർഫനേജ് എന്ന് പറയാൻ പറ്റില്ല. സോ ദർ ആർ ഓർഗനൈസേഷൻസ് വിച്ച് മേ കം ഫോർവേഡ്, ഞങ്ങൾ ടേക്ക് കെയർ ചെയ്തോളാം കുട്ടികളെ എന്ന്. അപ്പം അതിലും കോടതികൾ അതിനകത്ത് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് ആണ്. ഒരു ലെറ്റർ ഓഫ് ഗാർഡിയൻഷിപ്പ് ഈസ് സംതിങ് എ മസ്റ്റ്, റൈറ്റ്? എല്ലാവരും എഴുതേണ്ട ഒരു കാര്യമല്ലേ? ആരാണ് വില്ല് എഴുതുമ്പോൾ നോർമലി നമ്മൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ എഴുതുന്നത് വളരെ നല്ലത്. മൈനർ കുട്ടികൾ, ഡിഫറെന്റ്ലി ഏബിൾഡ് കുട്ടികൾ ഉണ്ടെങ്കിൽ അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. അതിൽ കൺസെന്റും വേണം ഈ പറയുന്ന ഗാർഡിയന്. ഇൻ കേസ് ആ വില്ല് ഇഫക്റ്റീവ് ആവുന്നത് ഇറ്റ്സ് ഓൺലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ടെസ്റ്റേറ്റർ. ആ സമയത്ത് ഈ ഗാർഡിയനായിട്ട് നമ്മൾ വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്ന ആള് കൺസെന്റ് പറയണം, അതായത് ഞാൻ റെഡിയാണെന്ന്. റെഡി അല്ലെങ്കിൽ വീണ്ടും അത് കോടതിയിൽ പോകും. വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ. ആൻഡ് അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ച ഒരു വിഷയം, സ്പെഷ്യൽ മാരേജ് ആക്ടിനെ സംസാരിച്ചു, മാരേജിനെ കുറിച്ച് സംസാരിച്ചു, ഇതിൻ്റെ ലീഗൽ സാങ്ക്ടിറ്റിയെ പറ്റി സംസാരിച്ചു, ഈവൻ വില്ല്, ട്രസ്റ്റ്, ഇതെല്ലാം നമ്മൾ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നോർമൽ ഒരു സിറ്റിസൺ, അതായത് അവർക്കൊരു ബേസിക് ലെവലിലുള്ള ഇതുപോലത്തെ ഇൻഹെറിറ്റൻസിനെ കുറിച്ചിട്ടും മാരേജിനെ കുറിച്ചിട്ടും ഇതിനെക്കുറിച്ചുള്ള ഡൈവേഴ്സിനെ കുറിച്ചിട്ടും ഇതുപോലത്തെ ഒരു എഡ്യൂക്കേഷൻ, ഞാൻ പേഴ്സണലി പറയാം, ഞാൻ ഏത് സെഷൻ എടുക്കുമ്പോഴും അവർ വന്ന് പറയുന്നത് സംഭവം വളരെ അടിപൊളിയായിരുന്നു, ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പം, ഇതൊക്കെ ബേസിക് ലെവൽ ഫണ്ടമെൻ്റൽ നോളജ് എല്ലാവർക്കും വേണ്ടതല്ലേ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സാർ അത് പറഞ്ഞത്. കാരണം ഇത് ഞാൻ പല സ്കൂളുകളിൽ ടോക്ക് നടത്തുമ്പോൾ ഞാൻ പറയുന്നതാണ്, എലിമെൻ്ററി ലെവലിലെ നമ്മൾ ലോ അറിയാത്തത് ഒരു എക്സ്ക്യൂസ് അല്ല എന്നാണ് ജനറൽ ലോ. പക്ഷേ ലോ നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല, കോളേജുകളിൽ പഠിപ്പിക്കുന്നില്ല. ബിസിനസ് ലോ, ബിസിനസ് LLBക്ക് പോയാലാണ് ഒരു ബേസിക് സ്ട്രക്ചർ മനസ്സിലാവുന്നത്. അവിടെയാണ് നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ മാറ്റം വരുത്തേണ്ടതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷേ അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് പറയാൻ പറ്റിയതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. കാരണം ഇത് ഞാൻ വളരെ കൊല്ലങ്ങളായിട്ട് പറയുന്ന ഒരു, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോടും ഞാൻ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു ബേസിക്, എന്താണ് ഒരു കോൺട്രാക്ട്, എപ്പോഴാണ് ആ കോൺട്രാക്ട് ഇതാവുന്നത്, നിങ്ങൾക്കുള്ള റെമഡീസ് അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റ്സ് അറിഞ്ഞിട്ടാണ് റെമഡീസ് അറിയുന്നത്. ഇത് ബേസിക് എഡ്യൂക്കേഷനിൽ വരേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്, ഒരു സംശയമില്ല. ഞാനെപ്പോഴും പറയും, നമ്മുടെ സ്കൂൾ ലെവലിൽ പലപ്പോഴും നമ്മുടെ +2 കഴിഞ്ഞാൽ, +2 തന്നെ നോർമലി കുട്ടികൾ ദേ ഓപ്റ്റ് ഫോർ ഓപ്ഷൻസ്. അപ്പോൾ ആ ഓപ്ഷൻസ് പോകുന്ന സമയത്ത് ഞാനെപ്പോഴും പറയും, നമ്മൾ ബീയിങ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇപ്പോൾ 25 വർഷത്തിന് മുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയും, ഇൻകം ടാക്സ് ഓക്കെ ബേസിക്കാണ്. ഓക്കെ, GST ഇസ് എ ബേസിക്കാണ്. ഇത് രണ്ടും എവറി സിറ്റിസൺ പേ, ഡയറക്ട്ലി ഇൻഡയറക്ട്ലി. കറക്റ്റ്. ആൻഡ് ഇൻഹെറിറ്റൻസ് ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ. വാട്ട് ഈസ് ഹാപ്പൻ ടു മൈ വെൽത്ത്, ഇൻഹെറിറ്റൻസ്, ഹൂ ഈസ് മൈ ലീഗൽ എയർ, അഗെയിൻ ഫണ്ടമെൻ്റൽസ്. Okay, and what rights I have being a major or maybe what drawbacks I have a minor, basic fundamentals. അപ്പോൾ ഇങ്ങനെ കുറേ ബേസിക് ഫണ്ടമെൻ്റൽസ് എന്ന് പറഞ്ഞാൽ എവറി സിറ്റിസൺ ഷുഡ് നോ ഇൻ ദ കൺട്രി. ഓക്കെ, അത് അപ്പം നമ്മൾ പലപ്പോഴും ആ ഫോറത്തിൽ പറയുമ്പോഴും മേ ബി വെൻ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ടോക്ക്, മേ ബി വെൻ എ അഡ്വക്കേറ്റ് ടോക്ക്, മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ പല ആൾക്കാർക്ക് മനസ്സിലാവില്ല.
കാരണം നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിലാണ് സംസാരിക്കുന്നത്. അതെ അതെ ഓക്കെ, ആൻഡ് ജനറൽ പീപ്പിൾ വോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ ടോക്കിംഗ്. ഓക്കെ, മേ ബി വൺ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വെൻ ഹി ടോക്ക് വെൻ അതർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ആൻ അഡ്വക്കേറ്റ് ടോക്ക് മേ ബി അതർ അഡ്വക്കേറ്റ്. നമ്മളൊരിക്കലും ഈ ലെവലിൽ നമ്മൾ ഒരു ക്ലയൻറ്റ് വരുമ്പോഴും പലപ്പോഴും നമ്മൾ പറയും നോക്കിക്കോളാം. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് വിചാരിക്കും നിങ്ങൾ നോക്കിക്കോളൂ. എന്താണെന്ന് ആർക്കും അറിയില്ല ഈ സംഭവത്തിനെ പറ്റി ഒരു ക്ലയൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു 10th ആകുമ്പോഴൊക്കെ തന്നെ ഒരു ഇതുപോലത്തെ ഒരു ടാക്സ് ഫ്രെയിംവർക്ക് ഇതൊക്കെ സത്യം പറഞ്ഞാൽ പേഴ്സണലി പറയാം, ഇറ്റ് വോണ്ട് ടേക്ക് എ വീക്ക്, ഒരാഴ്ച മതി പഠിപ്പിക്കാൻ. യു ഡോണ്ട് ടേക്ക് ഒരു വർഷത്തിൻ്റെ കോഴ്സൊന്നും ആവശ്യമില്ല. ബേസിക് ഫണ്ടമെൻറ്റൽസ് പഠിപ്പിക്കാൻ 1 week or 2 weeks is more than enough in a school. ഇതെന്താണെന്ന് ഒരു ബേസിക് നോളജ്, അതൊക്കെയാണ് ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ. ലൈഫിൽ മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. സയൻസും മാത്സും ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, ചിലവർക്ക് ആവശ്യം വരുന്നില്ല. പക്ഷെ ഇതെല്ലാം എല്ലാവർക്കും ആവശ്യം വരുന്ന. അവിടെയാണ് ആ ഡിഫറൻസ്. ഹോപ്പ്ഫുള്ളി നമ്മുടെ പോഡ്കാസ്റ്റ് കണ്ടിട്ട് ആരെങ്കിലും ഇത് എവിടെയെങ്കിലും എടുത്ത് കൊണ്ടുപോകട്ടെ. താങ്ക് യു സോ മച്ച്. ഐ റിയലി എൻജോയ്ഡ് ദിസ്. I enjoyed it so well. I'm so grateful to you, especially for this last point where we discussed about the curriculum. നമുക്ക് ശരിക്കും അവിടെയാണ് നമുക്ക് ഡിഫറൻസ് സൊസൈറ്റിയിൽ വരുത്താൻ പറ്റുന്നത്. Hopefully, let's see. Thank you so much. Thank you so much.